പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ ചെയ്തൊരു കാര്യമാണ്, കുറച്ച് നേരത്തേക്കാണെങ്കിലും ചെയ്തത്. സെക്യൂർ ബാറിലാണേ, ഒന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങൾ വിവരം പറയണം. ഇതായിരിക്കണം ചെയ്യാൻ ധൈര്യമുണ്ടോ, ചങ്കുറപ്പുണ്ടോ? ഇപ്പോൾ വി ഡി സതീശന് മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഈ ഭരണസമിതിക്ക് കഴിയുമോ? 44 രൂപ 25 എത്ര പൈസ, 45 പൈസ 35 പൈസ ഒക്കെയാണ് കാണുന്നത്. ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. കുറച്ച് നേരത്തേക്കുള്ളൂ ഫുള്ള് ടാക്സ്. ഞാൻ അതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് കിട്ടുന്ന ടാക്സ് എത്രയാണെന്നുള്ളത്. പെട്രോളിന് 28 രൂപ ചില്ലറ പൈസയാണ്, ഡീസലിന് 18 രൂപ 75 പൈസ, അങ്ങനെ എന്താണ്. ഇപ്പം അതും കൂടി. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ടാക്സും മറ്റു കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ഇതിൻ്റെ എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ 44 രൂപ ചില്ലറ പൈസക്കാണ് കൊടുക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ്സുകാരെടുത്ത് കാണിച്ചു കൊടുത്ത് ജനങ്ങൾക്ക് കുറച്ച് പെട്രോൾ അടുപ്പിച്ച് കൊടുത്താണ്. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാണിക്കാൻ ചങ്കുറപ്പിച്ച ശക്തിയുള്ള ഗവൺമെൻറ് ആണെങ്കിൽ കാണിച്ചു കൊടുത്ത്. എന്താണ് വി ഡി സതീശൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് കാണിച്ചിരുന്ന വീഡിയോ എല്ലാം ഇവിടെ തെളിവായിട്ടുണ്ട്. ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ആണെങ്കിൽ വെല്ലുവിളിക്കുന്നു. കാണിച്ചു കൊടുക്കാൻ കഴിയുമോ? കേരളത്തിന് സാധാരണ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ കാണിച്ചു കൊടുക്കും. ആ വീഡിയോ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നു. ഓക്കെ, ഒരു ലിറ്റർ പെട്രോളിന് വെറും 44 രൂപ, കൃത്യമായി പറഞ്ഞാൽ 44 രൂപ 52 പൈസ. വെറുതെ പറഞ്ഞതല്ല, മലപ്പുറത്ത് ഒരു പെട്രോൾ പമ്പ് കോൺഗ്രസുകാർ തുറന്നതാണ്. ഇത് സ്ഥിരമായിട്ടുണ്ടാകില്ല, താൽക്കാലികമായി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഈ പെട്രോൾ പമ്പ് പ്രവർത്തിച്ചത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. കൃത്യമായി പെട്രോളിന്റെ വില, ഇന്നത്തെ വില 107 രൂപ 2 പൈസയാണ്. അതിലെ കേന്ദ്ര നികുതിയും സംസ്ഥാന നികുതിയും വേർതിരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഡീലർ കമ്മീഷനും വേർതിരിച്ച് അതിന്റെ ബാക്കി വരുന്ന തുകയാണ്. അടിസ്ഥാന വിലയായ 44 രൂപ 52 പൈസക്കാണ് ഈ പെട്രോൾ പമ്പ് പ്രവർത്തിച്ചത്. നികുതി രഹിത നീതി പെട്രോൾ പമ്പ് എന്നാണ് കോൺഗ്രസുകാർ ഇതിന് പേരിട്ടത്. വലിയ ജനപങ്കാളിത്തമായിരുന്നു ഈ